എല്ലാവർക്കും നമസ്കാരം. നമ്മള് നിങ്ങൾക്ക് എല്ലാവർക്കും വിദ്യാവീതിയിലേക്ക് സ്വാഗതം. അതുപോലെ തന്നെ ഇനി നിങ്ങളിപ്പോ വിദ്യാവീതിയിൽ അഡ്മിഷൻ എടുത്ത് പഠിക്കാൻ പോകുന്ന പരീക്ഷ തന്നെ വിജയിക്കാൻ നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മളുടെ രണ്ടാമത്തെ ബാച്ചിന്റെ ആമുഖമായിട്ടുള്ള ഒരു ക്ലാസ് നടക്കുകയാണ്. അപ്പം നിങ്ങൾക്കറിയാം വിദ്യാവീതിനെ കുറിച്ച് നിങ്ങൾ പല രീതിയിലും കേട്ടിട്ടുണ്ടാവും. നമ്മുടെ യൂട്യൂബ് ചാനലിലൊക്കെ കയറി അല്ലെങ്കിൽ മറ്റു ടീച്ചർമാരെങ്കിലും ഒക്കെ പറഞ്ഞ ഒരു സന്തോഷത്തിൽ ഇപ്രാവശ്യത്തെ ഈ ഒരു ബാച്ചിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മുന്നേ നമ്മൾ കഴിഞ്ഞ 25-ാം തീയതി തുടങ്ങിയ ബാച്ചിൽ നിന്നും അതിലെ അധ്യാപകർ പറഞ്ഞിട്ട് ഒരുപാട് അധ്യാപകർ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതിലൊരുപാട് സന്തോഷം. കാരണം അവർക്ക് നമ്മൾ റീഫണ്ട് ഒക്കെ കൊടുക്കാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടും ആരും പോയില്ല. നമ്മളതിന്റെ 241 പേരാണ് ആ ബാച്ചിൽ ഉണ്ടായിരുന്നത്. അവർക്ക് ആർക്കെങ്കിലും താല്പര്യമില്ലെങ്കിൽ പോകാമെന്ന് പറഞ്ഞിട്ട് ഒരാൾ പോലും പോയില്ല. കാരണം അത്രയ്ക്ക് നല്ല ക്ലാസ്സുകളാണ് അവർക്ക് കിട്ടിയത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുകയാണ്. അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ഇനി എങ്ങനെയാണ് നിങ്ങൾ പരീക്ഷ എഴുതേണ്ടത്, ഈ ഒരു ക്ലാസ്സിൽ നിങ്ങൾ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യേണ്ടത്, ഇനി ഈ ക്ലാസ്സിൽ നിങ്ങൾ അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് മുതലായ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ ഒരു വീഡിയോ നിങ്ങൾ മിസ്സാക്കിയാൽ തുടർന്നുള്ള നിങ്ങളുടെ കാര്യങ്ങളെല്ലാം ബുദ്ധിമുട്ടായി. അപ്പൊ എല്ലാ കാര്യങ്ങളും നമ്മൾ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുണ്ട്. എന്നിട്ടാണ് നമ്മൾ നമ്മുടെ ക്ലാസ്സിലേക്ക് കടക്കുന്നത്. അപ്പൊ നമ്മൾ വിദ്യാവീതി എന്ന് പറയുന്നത് നമ്മളിപ്പോ രണ്ടാമത്തെ ബാച്ചിനും കേറ്ററ്റ് വിജയ് എന്ന് തന്നെയാണ് പേരിട്ടിരിക്കുന്നത്. 5 വർഷമായി നമ്മൾ വിദ്യാവീതി കേറ്ററ്റിന്റെ ഈ ഒരു ക്ലാസ്സുകൾ നടത്താൻ തുടങ്ങിയിട്ട്. നാളെ ഇതുവരെ നമ്മൾ 1557 പേരെ ഇതുവരെ കേറ്ററ്റ് പരീക്ഷ വിജയിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ മറ്റ് ഒരുപാട് അധ്യാപക തലത്തിലുള്ള പ്രശ്നങ്ങൾ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വേണ്ട സപ്പോർട്ടുകളും കാര്യങ്ങളും ഒക്കെ കൊടുത്തുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥാപനം തന്നെയാണ്. അപ്പൊ നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ശരിക്കും ഈ പറയുന്ന ബാച്ചിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേറ്ററ്റ് കാറ്റഗറി 1, കേറ്ററ്റ് കാറ്റഗറി 2, കേറ്ററ്റ് കാറ്റഗറി 4, കേറ്ററ്റ് കാറ്റഗറി 3 ഈ മുതലായ 4 കാറ്റഗറിക്കും ഈ ഒരു ബാച്ചിൽ നമ്മൾ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അപ്പൊ അതെങ്ങനെയാണ് കൊടുക്കുന്നത്, എന്തൊക്കെയാണ് കൊടുക്കുന്നത് എന്നുള്ളതിന്റെ വിശുദ്ധമായ വിവരങ്ങൾ നിങ്ങൾക്ക് ഇപ്പൊ തരാൻ പോവാണ്. ശ്രദ്ധിച്ച് കേൾക്കുക. നിങ്ങൾക്കറിയാം കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 ഈ 4 കാറ്റഗറികൾക്കും ഒരുപോലെ വേണ്ട വിഷയമാണ് മലയാളം, ഇംഗ്ലീഷ് മുതലായവ. ഇത് പേപ്പർ 1 ലാംഗ്വേജ് 1 എന്ന് പറയും. അതിൽ കാറ്റഗറി 1നും കാറ്റഗറി 2നും ഇത് രണ്ടും വേണം. മലയാളത്തിന്റെ 30 മാർക്കും ഇംഗ്ലീഷിന്റെ 30 മാർക്കും ചേർത്ത് 60 മാർക്ക് അവർക്ക് ഈ കാറ്റഗറി 1നും 2നും വേണം. എന്നാൽ കാറ്റഗറി 4നും കാറ്റഗറി 3ക്കും ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം എഴുതിയാൽ മതി. നിങ്ങൾക്ക് മലയാളമാണ് ഇഷ്ടമെങ്കിൽ മലയാളം എഴുതാം, ഇംഗ്ലീഷ് ആണ് ഇഷ്ടമെങ്കിൽ ഇംഗ്ലീഷ് എഴുതാം. അപ്പൊ നമ്മൾ നമ്മുടെ ക്ലാസ് നാളെ നമ്മൾ തുടങ്ങാൻ പോകുന്നത് ഇംഗ്ലീഷ് വിഷയത്തിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നിങ്ങൾക്ക് കാറ്റഗറി 3യിൽ ഇംഗ്ലീഷ് തിരഞ്ഞെടുക്കുന്നവർക്ക് നാളെ മുതൽ ക്ലാസ് തുടങ്ങും. ഇനി ഇംഗ്ലീഷ് അല്ല മലയാളമാണ് കാറ്റഗറി 3യിലും 4ലും നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ ഇംഗ്ലീഷിന്റെ ക്ലാസ് കഴിഞ്ഞിട്ടേ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങുള്ളൂ. നമ്മൾ ഓരോ വിഷയം തീർത്തതിന് ശേഷം മാത്രമാണ് അടുത്ത വിഷയത്തിലേക്ക് കടക്കുന്നത്. അതായത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക, കാറ്റഗറി 1നും 2നും ഇംഗ്ലീഷും മലയാളവും ആവശ്യമാണ്. അവർക്ക് 30, 30, 60 മാർക്ക് അങ്ങനെ വരും. എന്നാൽ കാറ്റഗറി 4നും കാറ്റഗറി 3ക്കും 40 മാർക്കിന്റെ ലാംഗ്വേജ് 1 എന്ന് പറയുന്ന സാധനം വരുന്നുണ്ട്. അത് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഇഷ്ടം മലയാളമാണെങ്കിൽ മലയാളം എടുക്കാം, ഇംഗ്ലീഷ് ആണെങ്കിൽ ഇംഗ്ലീഷ് എടുക്കാം. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. നിങ്ങൾക്ക് നാളെ മുതലേ ക്ലാസ് കണ്ടു നോക്കാൻ വേണമെങ്കിൽ, കാരണം ഒരേ സമയത്ത് എന്തായാലും ക്ലാസ് നടക്കില്ല. അപ്പം വെറുതെ ഇരിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ 1-2 ക്ലാസ്സിൽ കയറി പോയിട്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം, ഞാൻ ഇംഗ്ലീഷ് എടുത്താലാണോ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുക, മലയാളം എടുത്താലാണോ എനിക്ക് കൂടുതൽ മാർക്ക് കിട്ടുക എന്നുള്ളത് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടുപിടിക്കാം. അപ്പൊ നാളെ നമ്മൾ ഇംഗ്ലീഷിൽ നിന്നാണ് തുടങ്ങുന്നത്. അപ്പം നിങ്ങൾ ആ ക്ലാസ് കണ്ടിട്ട് ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം കാറ്റഗറി 4ഉം 3യും സെലക്ട് ചെയ്താൽ മതി. അവർക്ക് 40 മാർക്കിനായിരിക്കും. ഇനി നേരെ മറിച്ച് കാറ്റഗറി 1ഉം 2ഉം ഇത് രണ്ടും അവർക്ക് മാൻഡേറ്ററി ആണ്. അതിന് പുറമെ കാറ്റഗറി 1ന് വരുന്ന 2 വിഷയങ്ങളാണ് EVSഉം മാത്സും. അതായത് EVS കാറ്റഗറി 1ന് മാത്രം വരുന്നതാണ്, മാത്സ് കാറ്റഗറി 1ന് മാത്രം വരുന്നതാണ്. എന്നാൽ ഈ പറയുന്ന കാറ്റഗറി 2 എഴുതുന്നവർക്ക് 2 ഓപ്ഷനുകളുണ്ട്. ഏതൊക്കെ? മലയാളം. ഇതിൻ്റെ അകത്ത് എല്ലാം ഒരുപോലെ വരുന്ന വേറൊരു വിഷയമുണ്ട്, നിങ്ങൾക്ക് അറിയാലോ അല്ലെ, സൈക്കോളജി. ഈ സൈക്കോളജി എന്ന് പറയുന്നത് സൈക്കോളജി ആൻഡ് പെഡഗോഗി, ഇത് എല്ലാവർക്കും ഒരുപോലെ ആവശ്യമാണ്. അത് കൂടാതെ വരുന്നത്, അത് രണ്ട് കാറ്റഗറിയിലേക്ക് തിരിച്ചു പറഞ്ഞു തരാം. കാറ്റഗറി 1ലാണെങ്കിൽ നമുക്ക് വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഈ പറയുന്ന മലയാളത്തിന്റെ 30 മാർക്ക്, ഇംഗ്ലീഷിന്റെ 30 മാർക്ക്, EVSന്റെ 30 മാർക്ക്, മാത്സിന്റെ 30 മാർക്ക്,
സൈക്കോളജി പെഡഗോജിയുടെ 30 മാർക്ക് ചേർത്ത് 150 മാർക്കിലാണ് കാറ്റഗറി 1ന്റെ ക്ലാസ് നടക്കുന്നത്. അവർക്ക് നടക്കുന്ന അതേ ക്ലാസ് തന്നെ ഇംഗ്ലീഷ് കാറ്റഗറി 2വിന് വരുമ്പോഴേക്കും എന്തു ചെയ്യും? ഈ പറയുന്ന മലയാളം 30 മാർക്കും ഇംഗ്ലീഷ് 30 മാർക്കും പിന്നെ ആ കൂട്ടത്തിൽ എന്തു ചെയ്യും? സൈക്കോളജി പെഡഗോജിയുടെ 30 മാർക്കും കൂടി ആടാവും. അങ്ങനെ 90 മാർക്കും. പിന്നെ അവർക്ക് 2 ഓപ്ഷൻ വിഷയങ്ങളാണുള്ളത്, സോഷ്യൽ സയൻസ് അല്ലെങ്കിൽ സയൻസ് മാത്സ്. സോഷ്യൽ സയൻസ് എഴുതുവാണെങ്കിൽ സയൻസിന്റെയും മാത്സിന്റെയും ക്വസ്റ്റ്യൻ പേപ്പർ അവർ അറ്റൻഡ് ചെയ്യേണ്ട കാര്യമില്ല. അവർക്ക് അതിന്റെ 60 ചോദ്യങ്ങളുണ്ട്, 60 മാർക്കുണ്ട്. ഇനി സയൻസും മാത്സും ആണെങ്കിൽ എന്താണ്? സയൻസിനും മാത്സിനും ചേർത്തിട്ട് 30 ചേർത്ത് 60 മാർക്ക്. അങ്ങനെ 150 മാർക്കാണ് കാറ്റഗറി 2വിനുള്ളത്. അപ്പൊ കാറ്റഗറി 2വിന്റെ ആൾക്കാർക്കും ഒരുപോലെ ഉള്ളതെന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോജി. കാറ്റഗറി 1നും കാറ്റഗറി 2വിനും കാറ്റഗറി 4നും ശ്രദ്ധിക്കുക, അതാണ് ഈ ആദ്യം കൊടുത്തേക്കുന്നത്. കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 4 ഈ 3 പേർക്കും UP ലെവൽ വരെയുള്ളതാണ് പരീക്ഷ. അങ്ങനെ വരുമ്പോൾ അവർക്ക് മലയാളം ഒരുപോലെയാണ്, ഇംഗ്ലീഷ് ഒരുപോലെയാണ്, സൈക്കോളജി പെഡഗോജി ഒരുപോലെയാണ്. പിന്നെ നിങ്ങളുടെ സ്പെഷ്യൽ ലാംഗ്വേജ് ഏതാണോ അത്. കാറ്റഗറി 1 എഴുതുന്നവർക്ക് EVSും മാത്സും അഡീഷണൽ ആയിട്ട് എഴുതണം. 2 എഴുതുന്നവർക്ക് സയൻസും മാത്സും ഒന്നെങ്കിൽ എഴുതാം, അല്ലെങ്കിൽ സോഷ്യൽ സയൻസ് തന്നെ എഴുതാം. ഇനി നേരെ കാറ്റഗറി 3യിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് മലയാളം, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം തിരഞ്ഞെടുക്കാം. കാറ്റഗറി 3യുടെ കാര്യമാണ് പറയുന്നത്. കാറ്റഗറി 3കാരുള്ളത് കൊണ്ടാണ് പറയുന്നത്. മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഒരെണ്ണം തിരഞ്ഞെടുക്കാം. ആ കൂട്ടത്തിൽ നിങ്ങൾക്ക് സൈക്കോളജി പെഡഗോജി വരും. അത് നിങ്ങൾക്ക് ഇവർക്ക് വരുന്നതല്ല വരുന്നത്, അത് നിങ്ങൾക്ക് വേറെ സൈക്കോളജി പെഡഗോജിയാണ് വരുന്നത്. അതായത് നമുക്ക് അവർക്ക് 14 വയസ്സ് വരെ ഉള്ളതാണെങ്കിൽ നിങ്ങൾക്ക് 20 വയസ്സ് വരെ അല്ലെങ്കിൽ അതിന് മുകളിലേക്കുള്ള വിദ്യാഭ്യാസ ചട്ടങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നിങ്ങൾക്ക് വരുന്നത്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? അത് പോരാത്തതിന് കാറ്റഗറി 1ലും 2വിലും 4ലും വരുന്നത് മലയാളത്തിലാണെങ്കിൽ കാറ്റഗറി 3യിൽ വരുമ്പോഴേക്കും അത് ഇംഗ്ലീഷിൽ മാത്രമായിരിക്കും. അപ്പൊ നമ്മുടെ നോട്ടുകൾ തരുന്നതും നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. അതുപോലെ ക്ലാസ്സുകൾ എടുക്കുന്നതും ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും. എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ പറയും, നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ തന്നെ ആയിരിക്കും PPT കാര്യങ്ങളെല്ലാം വരുന്നത് കാറ്റഗറി 3കാർ. അത് സെപ്പറേറ്റ് തന്നെ അവർക്ക് വേറെ സമയത്ത് വേറെ ക്ലാസ് നൽകും. പിന്നെ നമ്മൾ കാറ്റഗറി 3യിൽ 2 വിഷയങ്ങൾ പഠിപ്പിക്കുന്നുണ്ട് ഇപ്പൊ ഈ ബാച്ചിൽ. അതിൽ ഒരെണ്ണം ഫിസിക്കൽ സയൻസും ഒരെണ്ണം മലയാളവുമാണ്. അതിനും അവർക്ക് സെപ്പറേറ്റ് ഗ്രൂപ്പ് തിരിക്കുകയും ഈ ജനറൽ വിഷയങ്ങളുടെ ക്ലാസ്സുകൾ കഴിയുമ്പോൾ, മലയാളത്തിന്റെയും ഇംഗ്ലീഷിന്റെയും ക്ലാസ് കഴിയുമ്പോൾ എന്ത് ചെയ്യും? അവർക്ക് വേണ്ടിയിട്ട് വേറെ ഒരു ഗ്രൂപ്പ് തിരിച്ച് ആ ഗ്രൂപ്പിലായിരിക്കും എന്ത് ചെയ്യുന്നത്? മലയാളത്തിന്റെ ക്ലാസ്സും ഫിസിക്കൽ സയൻസിന്റെ ക്ലാസ്സും സെപ്പറേറ്റ് തരും. അപ്പൊ നിങ്ങൾക്ക് എടുക്കുന്ന ടീച്ചർമാരും നിങ്ങളോടൊപ്പം ആ ഗ്രൂപ്പിലുണ്ടാവും. ക്ലാസ് എടുക്കുന്ന ടീച്ചർമാരും നിങ്ങളോടൊപ്പം ഗ്രൂപ്പിലുണ്ടാവും. ഇനി കാറ്റഗറി 4 ആണെങ്കിൽ അതിൻ്റെ അകത്ത് നമ്മൾ ചെയ്യുന്നത് ആകെ ജനറൽ വിഷയങ്ങൾ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ആ ജനറൽ വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സൈക്കോളജി പെഡഗോജിയാണ്. അത് ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ കാറ്റഗറി 1ന്റെയും 2വിന്റെയും കൂട്ടത്തിൽ തന്നെയാണ് കാറ്റഗറി 4നും നമ്മൾ കൊടുക്കുന്നത്. കാരണം അത് UP വരെയുള്ള ക്ലാസ്സുകളിലേക്കാണ്. ഇനി അതുപോലെ അതിന്റെ കൂട്ടത്തിൽ ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് അവർക്ക് ഓപ്റ്റ് ചെയ്യാം. അപ്പൊ നാളെ ഇംഗ്ലീഷ് തുടങ്ങുമ്പോൾ ഇംഗ്ലീഷ് എഴുതണം എന്നുള്ളവർക്ക് നാളെ മുതലേ ക്ലാസ്സിൽ കയറാം. ഇല്ലെങ്കിൽ തൽക്കാലം അവർക്ക് ഒരാഴ്ച ഗ്യാപ്പ് വരും. ഒരു 10 ദിവസത്തെ ക്ലാസ് കാണും ഇംഗ്ലീഷിന്റെ ക്ലാസ്. കാരണം 2 ദിവസം നിങ്ങൾക്ക് ടെൻസ് പഠിപ്പിക്കാൻ തന്നെ വേണമെന്നാണ് സാർ പറഞ്ഞേക്കുന്നത്. അപ്പൊ ആദ്യമേ ടെൻസ് കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചതിന് ശേഷം മാത്രമായിരിക്കും നിങ്ങളുടെ ടോപ്പിക്കിലേക്ക് പോവുക. അപ്പൊ ആ ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ അതിന് അടിസ്ഥാനം നിങ്ങൾക്ക് ഇടാതെ എന്തായാലും ഇംഗ്ലീഷിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആദ്യത്തെ ഒരു 2 ദിവസം നിങ്ങളെ ടെൻസ് പഠിപ്പിക്കും. അത് നിങ്ങൾക്ക് എല്ലാവർക്കും കയറാവുന്നതാണ്, കാരണം ടീച്ചർമാരാണ് നിങ്ങൾ. അപ്പം നിങ്ങൾക്ക് ആർക്ക് കയറിയാൽ അതുകൊണ്ട് നഷ്ടമൊന്നും വരികയില്ല. എളുപ്പത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പിള്ളേരെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം ഞങ്ങൾ ഇവിടെ ഉപയോഗിക്കുന്നതെല്ലാം കുറുക്കു വഴികളാണ്, നേരെയുള്ള വഴികളല്ല. എന്ന് പറഞ്ഞാൽ വളഞ്ഞ വഴികളൊന്നും നമ്മൾ ഉപയോഗിക്കുന്നില്ല. നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ നിങ്ങളിലേക്ക് ഇൻജക്ട് ചെയ്ത് തരാൻ പറ്റുന്ന രീതിയിലാണ് നമ്മുടെ ക്ലാസ്സുകൾ. അപ്പം നാളെ ക്ലാസ് തുടങ്ങുമ്പോൾ മുതൽ കാറ്റഗറി 4ൽ ഇംഗ്ലീഷ് എഴുതുന്നവരെ, അതുപോലെ 1ൽ ഇംഗ്ലീഷ് എഴുതുന്നവര്, 2ൽ ഇംഗ്ലീഷ്, അതുപോലെ തന്നെ കാറ്റഗറി 3ൽ ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്തേക്കുന്നവർക്കും നാളെ മുതൽ ക്ലാസ്സിൽ കയറാം. അപ്പൊ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായോ? ഇല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മൈക്ക് ഓൺ ആക്കി ഒരാൾക്ക് ചോദിക്കാം. ആർക്കെങ്കിലും ഏതെങ്കിലും വിഷയത്തിൽ സംശയം വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് മൈക്ക് ഓൺ ആക്കി ചോദിക്കാം. സർ, ഈ കാറ്റഗറി 3ല് കാറ്റഗറി 3ല് സൈക്കോളജി ഫിസിക്കൽ സയൻസ് കൂടാതെ മലയാളം വീണ്ടും പഠിക്കണം? മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അതൊരു ലാംഗ്വേജ് പേപ്പറാണ്. അതെയാ? അല്ല, ഓൾറെഡി നമ്മള് പിന്നെ ലാംഗ്വേജ് ഒന്ന് പഠിക്കുന്നുണ്ട്, മലയാളം ഇംഗ്ലീഷ് ഏതെങ്കിലും ഒന്നുണ്ടല്ലോ. അതൊരെണ്ണം ഉള്ളൂ. ആ ഒരു പേപ്പർ ഒരെണ്ണം, ഒരു പേപ്പർ.
പിന്നെ സൈക്കോളജിയും പിന്നെ സൈക്കോളജി പെഡഗോജി, ഫിസിക്കൽ സയൻസും അല്ലേ? പിന്നെ ഫിസിക്കൽ സയൻസ്. ഇപ്പൊ മലയാളം എഴുതുന്നവരാണെങ്കിൽ എന്ത് ചെയ്യും? അവിടെ ഇപ്പൊ നമുക്ക് മലയാളം ഉള്ളത് കൊണ്ട് ഒന്നുകൂടെ ഒന്ന് ക്ലിയർ ആക്കി തരാം. ഇപ്പൊ മലയാളം എഴുതുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യണം? ഫസ്റ്റ് പേപ്പർ ഒരു മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ് ഉണ്ട്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. പിന്നെ അതുകൂടാതെ നിങ്ങളുടെ സബ്ജക്റ്റ് മലയാളം ഉണ്ട്, അത് നിങ്ങൾ തിരഞ്ഞെടുക്കണം. പിന്നെ സൈക്കോളജി പെഡഗോജി ഉണ്ടാവും. നിങ്ങൾക്ക് സൈക്കോളജി പെഡഗോജി എടുക്കുന്നത് സെപ്പറേറ്റ് തന്നെയായിരിക്കും. ഇവരുടെ സൈക്കോളജി അല്ല നിങ്ങൾക്ക്, കാരണം യു പിയിലെ സൈക്കോളജി നിങ്ങൾക്ക് കിട്ടില്ല, നിങ്ങൾക്ക് ഹൈസ്കൂളിലെ സിലബസ് ആയിരിക്കും. പക്ഷെ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ഈ പറയുന്ന എല്ലാ കാറ്റഗറിക്കാർക്കും ഈ എല്ലാ കാറ്റഗറിയിലെയും ക്ലാസ്സുകളുടെ റെക്കോർഡ് വേർഷൻ കാണാൻ പറ്റും. കാരണം ഇപ്പൊ നിങ്ങൾക്ക് ചിലർ ഞങ്ങളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, കാറ്റഗറി 3 എഴുതുന്നുണ്ട് സാറേ, അപ്പൊ ഞങ്ങൾക്ക് 2 കൂടെ എഴുതാൻ പറ്റുമോ? അപ്പൊ 2ന്റെ ക്ലാസ്സും കൂടെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ് വരുമ്പോഴത്തേക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അത് ഞാൻ ഇതിന്റെ അത് കഴിയുമ്പോൾ കാണിച്ചു തരും. നിങ്ങൾക്ക് ആ പറയുന്ന ക്ലാസ്സും കൂടി നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇതിന്റെ അകത്ത് കിട്ടും. അതുപോലെ കാറ്റഗറി 1 എഴുതുന്നവർക്ക് 2ന്റെ കിട്ടും, 2 എഴുതുന്നവർക്ക് 1ന്റെ കിട്ടും, 4ന്റെ കിട്ടും, 3യുടെ കിട്ടും. ഓക്കെ, ലൈവില് നിങ്ങൾക്ക് ഒരേ സമയത്ത് ഒരെണ്ണം മാത്രമേ അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നേ ഉള്ളൂ. ക്ലിയർ ആണോ? ഓക്കെ. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടോ? എന്നിട്ട് വേണം അടുത്തതിലേക്ക് പോവാൻ. ഉണ്ടെങ്കിൽ പറയാം. എല്ലാ കാറ്റഗറിയിലെയും ഈ സബ്ജക്ട്സ് ഒന്നുകൂടെ ഒന്ന് റിപ്പീറ്റ് ചെയ്യാവോ? ടീച്ചർ ഏത് കാറ്റഗറിയാ പഠിക്കുന്നത്? ഞാൻ 2 നോക്കാന്നാ വിചാരിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും ഒന്നുകൂടെ പറഞ്ഞുതരാം, മൈക്ക് ഓഫ് ആക്കിക്കോളൂ. കാറ്റഗറി 1 എന്ന് പറയുന്നത് LP വിഭാഗത്തിന് വേണ്ടിയിട്ടുള്ളതാണ്. എന്നാൽ നമ്മളുടെ ബഹുമാനപ്പെട്ട സർക്കാർ ഉത്തരവുകളുടെ അടിസ്ഥാനത്തിൽ കാറ്റഗറി 1 നേടിയ ഒരു അധ്യാപകന് LP UP നിയമനങ്ങൾക്ക് പരിഗണിക്കാവുന്നതാണ് എന്ന് സർക്കാർ സർക്കുലർ ഉണ്ട്. അപ്പം 1 കിട്ടിയാൽ LPയിലും പഠിപ്പിക്കാം, UPയിലും പഠിപ്പിക്കാം. ഇനിയിപ്പോ UPയിൽ ഒരു HM ആകാൻ നിൽക്കുന്ന ആൾക്ക് പോലും എന്താണ് 1 എഴുതിയെടുത്താലും മതി, അവരുടെ നിയമനങ്ങൾക്കോ പ്രൊമോഷനുകൾക്കോ ഈ കാറ്റഗറി 1 ബാധകമാണെന്ന് സർക്കാർ ഉത്തരവിന്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ ഏതെങ്കിലും മതി. ഈ കാറ്റഗറി 1ന്റെ അകത്ത് വരുന്ന വിഷയങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് മലയാളത്തിന്റെ 30 മാർക്ക്, പിന്നെ ഇംഗ്ലീഷിന്റെ 30 മാർക്ക്, പിന്നെ അവർക്കൊരു EVS വരുന്നുണ്ട്, അതിന്റെ ഒരു 30 മാർക്ക്, പിന്നെ ഒരു മാത്സ് വരുന്നുണ്ട്, അതിന്റെ ഒരു 30 മാർക്ക്, പിന്നെ ഒരു സൈക്കോളജി പെഡഗോജി, അതിന്റെ ഒരു 30 മാർക്ക്. അതിന്റെ 30 മാർക്കും ചേർത്ത് മൊത്തം 150 മാർക്കാണ്. ഈ 150 മാർക്കിൽ ജനറൽ കാറ്റഗറിക്ക് ആണെങ്കിൽ 90 മാർക്ക് മേടിച്ചാൽ ജയിക്കാം. അത് ഏത് വിഷയത്തിൽ നിന്നെങ്കിലും കൂടി മേടിച്ചാൽ മതി, ഇന്ന വിഷയത്തിന് ഇത്ര മേടിക്കണമെന്നൊന്നുമില്ല. എല്ലാത്തിൽ നിന്നും കൂടെ ഒരു 150ൽ 90 മാർക്ക് മേടിച്ച ജനറൽ കാറ്റഗറിക്കാർക്ക് വിജയിക്കാം. SC ST OEC OBC തുടങ്ങിയ ആളുകൾക്കാണെങ്കിൽ എത്ര വേണം? 82 മാർക്ക് മതി ജയിക്കാൻ. ഇനി PWD ആനുകൂല്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് 75 മാർക്ക് മതി ജയിക്കാൻ. ക്ലിയർ ആണല്ലോ? ഇനി കാറ്റഗറി 2 വരുന്നത് കോമൺ ആയിട്ട് വരുന്ന സാധനങ്ങളാണ്. ഒന്നെന്ന് പറയുന്നത് മലയാളം, അതിന്റെ 30 മാർക്ക്, പിന്നെ ഇംഗ്ലീഷ്, അതിന്റെ 30 മാർക്ക്, പിന്നെ നമുക്ക് വരുന്നത് സൈക്കോളജി പെഡഗോജി, അത് LPക്കും UPക്കും വരുന്നത് തുല്യമാണ്. കാറ്റഗറി 2 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UPക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ കാറ്റഗറി 2 കിട്ടുവാണെങ്കിൽ LP പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് പിന്നെ കാറ്റഗറി 1 എഴുതേണ്ടതില്ല എന്നും ബഹുമാനപ്പെട്ട സർക്കാർ സർക്കുലർ പ്രകാരം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് 1ഓ 2ഓ ഏതെങ്കിലും നിങ്ങൾ എഴുതിയെടുത്താൽ മതി. അപ്പൊ അതിന്റെ അകത്ത് വരുന്ന 30 മാർക്ക് മലയാളം, 30 മാർക്ക് ഇംഗ്ലീഷ്, 30 മാർക്ക് സൈക്കോളജി പെഡഗോജി, ഇത് 1നും 2നും കോമൺ ആണ്. ഓക്കെ, അതിന്റെ കൂട്ടത്തിൽ വരുന്നത് ഒന്നുകിൽ സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ഓപ്റ്റ് ചെയ്യാം, 60 മാർക്കിന്റെ സോഷ്യൽ സയൻസ്. അത് സോഷ്യൽ സയൻസിന്റെ അകത്ത് എക്കണോമിക്സ് വരും, പൊളിറ്റിക്കൽ സയൻസ് വരും, ഹിസ്റ്ററി വരും, ജോഗ്രഫി വരും, ഇങ്ങനെ 4 തലത്തിൽ. അതുപോലെ തന്നെ നിങ്ങൾക്ക് അത് വേണ്ട, സോഷ്യൽ സയൻസ് എനിക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ സയൻസും മാത്സും ചേർത്തിട്ട്, സയൻസിന്റെ 30 മാർക്കും മാത്സിന്റെ 30 മാർക്കും ചേർത്തിട്ട് എന്ത് ചെയ്യാം? 60 മാർക്കിന്റെ പരീക്ഷ എഴുതാം. ഇതാണ് കാറ്റഗറി 2. ഹണി ടീച്ചർക്ക് മനസ്സിലായോ? മനസ്സിലായി സാറേ, മനസ്സിലായി. ഓക്കെ, ഇനി കാറ്റഗറി 4ലേക്ക് വരുമ്പോൾ അതെന്തിനാണ്? സബ്ജക്ട് ടീച്ചർമാർക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ സബ്ജക്ട്, അതായത് ആർട്ട്, സ്വിങ്, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഉറുദു, അറബി, അങ്ങനെ തുടങ്ങി എക്സ്ട്രാ പോകുന്ന കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്ന കാറ്റഗറി 4. കാറ്റഗറി 4ന്റെ അകത്തും നമുക്ക് എന്താണ്, നമ്മളുടെ സബ്ജക്റ്റിന്റെ 80 മാർക്ക് ഒഴിച്ച് ബാക്കി 70 മാർക്കാണ് നമ്മൾ കൊടുക്കുന്നത്. അതിന്റെ അകത്ത് ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, ഇഷ്ടമുള്ളത് എടുക്കാം. അതിന്റെ കൂട്ടത്തിൽ ഈ പറയുന്ന UPയുടെ സൈക്കോളജി പെഡഗോജിയും കൂടെ ആഡാവും. ഇത് രണ്ടും കൂടെ പഠിച്ച 70 മാർക്കിന്റെ അങ്ങനെയും പിന്നെ 80 മാർക്ക് അവരുടെ സബ്ജക്ട്. ഇപ്പൊ ഉറുദു ആണെങ്കിൽ ഉറുദു, ഹിന്ദി ആണെങ്കിൽ ഹിന്ദി, ആർട്ട് ആണെങ്കിൽ ആർട്ട്, സ്വിങ് ആണെങ്കിൽ സ്വിങ്. അങ്ങനെയാണ് കാറ്റഗറി 4. കാറ്റഗറി 4കാർക്കും ക്ലിയർ ആയല്ലോ? ഭയങ്കര തമ്പിട്, നിങ്ങൾ ഉറങ്ങുവാണെന്ന് അറിയണ്ടേ? തമ്പ് മുഖ്യം ബിഗിലേ? യെസ്.
ഇനി അടുത്തത് വരുന്നത് കാറ്റഗറി 3 ആണ്. കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഹൈസ്കൂൾ. അപ്പൊ ഈ കാറ്റഗറി 3 ഉണ്ടെങ്കിൽ നമ്മുടെ ബഹുമാനപ്പെട്ട സർക്കാർ പറഞ്ഞിട്ടുണ്ട് കാറ്റഗറി 3 ഉള്ള ഒരാൾക്ക് 2വിന്റെ ആവശ്യമില്ല. ഹൈസ്കൂളിൽ പഠിപ്പിക്കാനുള്ള യോഗ്യതയാണ് കാറ്റഗറി 3 എന്ന് പറയുന്നത്. അത് നേടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് എന്ത് വേണ്ട, UPയിലേത് വേണ്ട. അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്ത് നമുക്ക് വരുമ്പോൾ നമ്മൾ BEdന് പഠിച്ച സബ്ജക്ട് ഏതാണ്? ഞാൻ BEdന് പഠിച്ചത് നാച്ചുറൽ സയൻസ് ആണെങ്കിൽ അതിന് ഒരു 80 മാർക്ക്. ഞാൻ ഫിസിക്കൽ സയൻസ് ആണ് പഠിച്ചതെങ്കിൽ അതിനൊരു 80 മാർക്ക്. ഞാൻ ഇംഗ്ലീഷ് ആണ് പഠിച്ചതെങ്കിൽ അതിനൊരു 80 മാർക്ക്. പക്ഷെ നമ്മൾ ഇവിടെ ഇപ്പൊ ഈ ബാച്ച് ചെയ്യുന്നത് ഫിസിക്കൽ സയൻസും മലയാളവും മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ സബ്ജക്റ്റിന് വേണ്ടിയിട്ടുള്ള 80 മാർക്കിന്റെ ക്ലാസ് നമ്മൾ അങ്ങനെ തരും. പിന്നെ നിങ്ങൾക്ക് ജനറൽ വിഷയങ്ങളിൽ ഒന്നുകിൽ മലയാളം അല്ലെങ്കിൽ ഇംഗ്ലീഷ്, അത് നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം, അത് നിങ്ങളുടെ ഇഷ്ടമാണ്. അതുപോലെ അതിന്റെ കൂട്ടത്തിൽ ഒരു സൈക്കോളജി പെഡഗോജിയുടെ മാർക്കും കൂടി ചേർന്നിട്ട് 70 മാർക്കായിരിക്കും അങ്ങനെ വരിക. ഓക്കെ, ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ നാളെ മുതൽ തുടങ്ങുന്നത് ഇംഗ്ലീഷ് ആണ്. ക്ലാസ് ഫസ്റ്റ് ഡേ നമ്മൾ തുടങ്ങുന്ന ആദ്യത്തെ ആഴ്ചയിൽ നമ്മൾ തുടങ്ങുന്ന ഇംഗ്ലീഷാണ്. നമ്മുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു വിഷയം തീർന്നിട്ടേ അടുത്ത വിഷയം എടുക്കൂ. നിങ്ങൾക്ക് ഇപ്പോൾ ഒരു വിഷയം തീർന്നു കഴിയുമ്പോൾ നമ്മൾ അടുത്ത വിഷയം പഠിപ്പിക്കാൻ തുടങ്ങും. അപ്പൊ ഇപ്പൊ നമ്മൾ നാളെ തുടങ്ങുന്നത് ഇംഗ്ലീഷ് ആയതുകൊണ്ട് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്നവർ, അതായത് കാറ്റഗറി 3 മലയാളമാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ ഇതിൻ്റെ അകത്ത് കയറണ്ട. കാറ്റഗറി 3 ഇംഗ്ലീഷ് പഠിക്കുന്നവരാണ്, പരീക്ഷ എഴുതുന്നവരാണെങ്കിൽ മാത്രം നാളത്തെ ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറിയാൽ മതി. 1ഉം 2ഉം നിർബന്ധമായിട്ടും ഇംഗ്ലീഷ് ക്ലാസ്സിൽ കയറണം, കാരണം അവർക്ക് മാൻഡേറ്ററി ആണ് ഇംഗ്ലീഷും മലയാളം. പിന്നെ കാറ്റഗറി 4 അവരും എന്താണ്, ഇംഗ്ലീഷാണ് അവർ എഴുതുന്നതെങ്കിൽ മാത്രം കയറിയാൽ മതി, ഇല്ലെങ്കിൽ അവർക്ക് മലയാളത്തിന്റെ ക്ലാസ്സോ അല്ലെങ്കിൽ അടുത്ത ക്ലാസ് വരുമ്പോൾ അന്നേരം അവർ കയറിയാൽ മതി. അത് നിങ്ങൾക്ക് ഗ്രൂപ്പിൽ കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകും. പിന്നെ നിങ്ങൾ ഒരു കാരണം കൊണ്ടും ഇനി പേടിക്കേണ്ട. നിങ്ങൾ ഇവിടെ അഡ്മിഷൻ എടുത്ത് നിങ്ങളുടെ പൈസ ഇവിടെ മേടിച്ച് വെച്ചപ്പോൾ തന്നെ ഇനി വരാൻ പോകുന്ന പരീക്ഷ എഴുതിപ്പിക്കേണ്ട കടമ ഞങ്ങളുടേതാണ്. അപ്പൊ അതിന് വേണ്ടിയിട്ട് വരുന്ന കൃത്യമായിട്ടുള്ള നോട്ടിഫിക്കേഷനുകൾ, കൃത്യമായിട്ടുള്ള വാർത്തകള്, മെസ്സേജുകള്, അതുപോലെ നിങ്ങളുടെ ആപ്ലിക്കേഷന്റെ സമയങ്ങൾ, എല്ലാം നിങ്ങളെ A to Z കാര്യം പരീക്ഷാ ഹാളിലേക്ക് നിങ്ങളെ കയറ്റി വിടുന്നിടം വരെയുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, വിദ്യാവീതി ഏറ്റെടുക്കും. അതിനകത്ത് നിങ്ങൾ ഇനി ടെൻഷനേ വിചാരിക്കേണ്ട. നിങ്ങൾക്ക് ടെറ്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന A to Z കാര്യങ്ങൾ കൃത്യമായ സമയത്ത് കൃത്യമായ രീതിയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് തയ്യാറാക്കിയിരിക്കുന്ന വാട്സാപ്പ് ഗ്രൂപ്പിൽ നമ്മൾ അറിയിച്ചുകൊണ്ടിരിക്കും. അവിടെ നിങ്ങൾ ഇനി അതിനെക്കുറിച്ച് ഓർത്ത് പേടിക്കുകയേ വേണ്ട. നിങ്ങൾ അതിൻ്റെ അകത്ത് ലൈവായിട്ട് നിന്നാൽ മതി. നമ്മുടെ വീട്ടിൽ ഫ്രിഡ്ജ് തുറക്കുന്ന പോലെ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യണം, ഫ്രിഡ്ജ് നമ്മുടെ വീട്ടിൽ ഇപ്പം നമ്മൾ അങ്ങോട്ട് പോകുമ്പോഴും ഇങ്ങോട്ട് പോകുമ്പോഴും തുറന്നു നോക്കും. പ്രത്യേകിച്ച് അതിൻ്റെ അകത്തൊന്നും പുതിയത് കൊണ്ട് വെച്ചിട്ടില്ലെന്ന് നമുക്കറിയാം അല്ലേ. എന്നാൽ നമ്മൾ എന്ത് ചെയ്യും, അങ്ങോട്ട് പോകുമ്പോഴും ഇതിൻ്റെ അതിന് വേറെ വല്ലതും വന്നിട്ടുണ്ടോ എന്ന് അറിയാൻ തുറന്നു നോക്കും. അതുപോലെ രാവിലെ ഉച്ചയ്ക്കും വൈകുന്നേരം രാത്രിയിൽ നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ ആ ഗ്രൂപ്പ് അതൊന്ന് ഓപ്പൺ ആക്കി നോക്കണം. അതിൻ്റെ അകത്ത് എന്തെങ്കിലും മെസ്സേജ് വന്നിട്ടുണ്ടോ, അത് അതിൻ്റെ അകത്ത് എന്തൊക്കെയാണ് വന്നിരിക്കുന്നത്, അതിൻ്റെ അകത്ത് എന്താണ് പറഞ്ഞിരിക്കുന്നത്, അതൊന്ന് വായിച്ചു നോക്കാൻ, അതൊന്ന് കേൾക്കാൻ, അതൊന്ന് കാണാൻ, അതിനുള്ളൊരു സമയം നിങ്ങൾ കൊടുക്കണം. ഒരു മെസ്സേജൊക്കെ ചിലപ്പോൾ ഞാൻ എഴുതിയിടും, നോട്ട് പോലെ അങ്ങോട്ട് എഴുതിയിടും. അപ്പൊ അതെന്താണ്, ഇയാൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നുള്ള രീതിയിൽ നിങ്ങൾ അതിനെ കാണരുത്. അതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ 1-2 ആവർത്തി വായിച്ചു നോക്കണം. നോക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ എൻ്റെ അടുത്ത് ചോദിക്കുകയും വേണം. ഓക്കെ, ഞാൻ മാത്രം എൻ്റെ അഡ്മിൻ ആയിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് കാര്യവും എൻ്റെ അടുത്ത് ചോദിക്കാം. പഠിപ്പിക്കുന്ന സംശയമായാലും അതുപോലെ തന്നെ ടീച്ചർമാരെ കുറിച്ചിട്ടുള്ള കംപ്ലൈൻസ് ആയാലും നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് വരുവാണെങ്കിൽ അതിനെക്കുറിച്ചും ഒക്കെ, നിങ്ങളുടെ പഠനമായിട്ടോ ഇല്ലെങ്കിൽ നിങ്ങളുടെ ജോലിയുമായിട്ടോ എന്നെ കൊണ്ട് പറ്റുന്ന എന്ത് കാര്യവും, ഇന്നു മുതൽ നിങ്ങൾ ഈ പറയുന്ന ക്ലാസ് തുടങ്ങുന്ന ഇന്നു മുതൽ നിങ്ങൾ അതൊരു വിദ്യാവീതി എന്ന് പറയുന്ന ഗ്രൂപ്പ് നിങ്ങളുടെ ഒരു കുടുംബമാണ്. അപ്പൊ ആ കുടുംബത്തിന്റെ അകത്ത് വരുന്ന എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ, നമ്മുടെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യാൻ നിങ്ങളുടെ വീട്ടിലൊരു കാരണവർ സ്ഥാനത്ത് ഒരാൾ കാണും. അതുപോലെ ആ കുടുംബത്തിന്റെ കാരണവർ സ്ഥാനത്ത് ഞാൻ ഉണ്ടാവും ഈ പരീക്ഷ തീരുന്നിടം വരെ, നിങ്ങളുടെ വിജയം വരെ. അപ്പോ ആ എന്ത് ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അടുത്ത് ഷെയർ ചെയ്യാം. ഒരു ബുദ്ധിമുട്ടും ഇല്ല. അതിൻ്റെ അകത്ത് നിങ്ങൾ യാതൊരു മടിയും കാണിക്കേണ്ട. അയ്യോ ആ സാറിനോട് ഞാൻ ഈ കാര്യം പറഞ്ഞ എന്നാ വിചാരിക്കും, അല്ലെങ്കിൽ ആ ടീച്ചറിനെ കുറിച്ചിട്ടൊരു കംപ്ലൈന്റ് പറഞ്ഞാൽ എന്നാ വിചാരിക്കും, അങ്ങനെ ഒരു വിചാരം എനിക്കില്ല. നിങ്ങൾക്ക് നല്ലത് തരണം എന്നുള്ളത് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൃത്യസമയത്ത് എന്താണ് തരേണ്ടത് അത് ഞങ്ങൾ കണ്ടറിഞ്ഞ് ചെയ്യും. എന്നാലും എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചോദിച്ചു മേടിക്കാം. അതിൻ്റെ അകത്ത് യാതൊരുവിധ തർക്കവും വരുന്നില്ല. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? യെസ്. ഇനി നമ്മുടെ അടുത്ത് പഠിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നുള്ളതാണ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത്, നമുക്ക് ഒരു ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ആപ്ലിക്കേഷന്റെ ലിങ്ക് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ ഇട്ട് തന്നിട്ടുണ്ട്. അത് എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. ഒരു ആപ്ലിക്കേഷൻ നമുക്കുണ്ട്. ആ ആപ്ലിക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം, നിങ്ങളുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിരിക്കണം. ഇനി രണ്ടാമത് നമുക്ക് വേണ്ടത് ഒരു നോട്ട് ബുക്ക്. നമുക്ക് രണ്ടാമതൊരു നോട്ട്ബുക്ക് വേണം. ഈ നോട്ട്ബുക്ക് എന്ന് പറയുമ്പോൾ കയ്യിൽ കിട്ടുന്നത് ഏറ്റവും വലുത് തന്നെ മേടിച്ചോണം. കാരണം നമുക്ക് ഈ പറയുന്ന 4-5 വിഷയങ്ങൾ പഠിക്കാനുള്ളതുകൊണ്ട് ഇതെല്ലാം എഴുതി വെക്കണം.
ഇത് എഴുതി വെക്കുമ്പോൾ കുറച്ച് ചോദ്യങ്ങൾ പഠിക്കാൻ കാണും, ചെറിയ ചെറിയ നോട്ടുകൾ പഠിക്കാൻ കാണും. നിങ്ങൾക്ക് വേറെ നോട്ടൊന്നും നമ്മൾ തരികയില്ല. നിങ്ങളുടെ പിള്ളേർക്ക് ക്ലാസ് എടുക്കുമ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ക്ലാസ് എടുക്കുന്നത് അതേ മെത്തേഡിൽ തന്നെ ആയിരിക്കും നമ്മൾ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുക. നിങ്ങൾക്ക് കൂടുതൽ എഴുതാൻ പറ്റാതെ വരുന്ന അത്രയും കഠിനമായ ഭാരം വരുന്ന എന്തെങ്കിലും നോട്ടുകൾ ഉണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ നമ്മുടെ ആപ്ലിക്കേഷൻ വഴി നിങ്ങൾക്ക് തരത്തുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സിൽ തന്നെ വെച്ചിട്ട് എഴുതിക്കോ എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് അത് എഴുതാനുള്ള സമയം തരും. ഇനി അന്നേരം നിങ്ങൾക്ക് എഴുതാൻ പറ്റിയില്ലെങ്കിലും ഈ ക്ലാസ് അടക്കം എല്ലാ ലൈവ് ക്ലാസ്സുകളും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഇന്നൊരു ക്ലാസ് കാണാൻ പറ്റിയില്ല, നെറ്റ് ഇല്ല, മഴയാണ്, നാളെ ഒരു മാമോദീസ ഉണ്ട്, ഒരു വീട് കയറി കൂടുന്നുണ്ട്, പാലുകാച്ചുണ്ടെന്നും പറഞ്ഞ് നമ്മൾ പോയാലും ഇന്നത്തെ ക്ലാസ് നാളെ ഉച്ചയാകുമ്പോഴേക്കും നിങ്ങൾക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ വഴി കാണാൻ പറ്റും. എല്ലാ ലൈവ് ക്ലാസ്സും നമ്മൾ റെക്കോർഡ് ചെയ്യുന്നുണ്ട് എന്നും പറഞ്ഞുകൊണ്ട് റെക്കോർഡർ ക്ലാസ് കണ്ടാൽ മതിയല്ലോ, ഞാൻ ഈ 9 മണിയാകുമ്പോൾ തന്നെ ഇരുന്ന് ഇതിന്റെ അകത്ത് കുത്തി കയറി പിടിച്ചിരുന്ന് ഇത് കാണണം, എനിക്ക് വീട്ടിൽ ഒരുപാട് പാത്രം കഴുകാനുണ്ട്, തുണി അലക്കാനുണ്ട്, ഭാഗത്തേക്ക് ഭക്ഷണം ഉണ്ടാക്കി വെക്കാനുണ്ട്, കിലോമീറ്ററുകളോളം ദൂരം പോകാനുണ്ട് എന്നൊക്കെ പറഞ്ഞ ചിന്തയിൽ നിങ്ങൾ ഈ 1 മണിക്കൂർ മിസ്സായി കഴിഞ്ഞാൽ വല്ലവന്റെയും സംശയമായിരിക്കും നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുക. കാരണം ഇന്നിപ്പോ നിങ്ങൾ ഈ ലൈവ് ക്ലാസ്സിൽ ലൈവായിട്ട് നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം ഉണ്ടെങ്കിൽ, ഇപ്പൊ വിഷ്ണുപ്രിയ ടീച്ചർ എൻ്റെ അടുത്ത് ചോദിച്ചു, സാറേ ഇങ്ങനെ അതിൻ്റെ അടുത്ത് എനിക്കൊരു സംശയം ഉണ്ടോ, ഒന്ന് മനസ്സിലാക്കി തരാമോ എന്ന് ചോദിച്ചു. നിങ്ങൾ ഈ ലൈവ് ക്ലാസ്സിൽ കയറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാകുന്ന ഈ ഒരു സംശയം ഒന്നും നിങ്ങളുടെ സംശയമായിട്ട് തന്നെ എന്ത് കിടക്കും, മനസ്സിൽ കിടക്കും. കാരണം നാളെ ഈ റെക്കോർഡഡ് ക്ലാസ് കാണുമ്പോൾ വിഷ്ണുപ്രിയ ടീച്ചറിന്റെ സംശയം നിങ്ങൾക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ, അല്ലാതെ നിങ്ങളുടെ സംശയം ആരും അവിടെ പറയില്ല. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലൈവായിട്ട് ചോദിക്കണമെങ്കിൽ നിങ്ങൾ ലൈവ് ക്ലാസ്സിൽ തന്നെ കയറണം. നമ്മൾ ഈ പറയുന്ന പോലെ ഒരു സൗദി എടുത്തിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ അയലോകത്തെ ഇരിക്കുന്ന കൊച്ചിന്റെ നോട്ട് ബുക്ക് എടുത്തിട്ട് നമുക്ക് എഴുതിയെടുത്താൽ നോട്ട് കിട്ടും. പക്ഷെ ടീച്ചർ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ അന്നേരം പറയുന്ന ഒരു വാക്കുകൾ അല്ലെങ്കിൽ അന്നേരം പറയുന്ന ഒരു ചെറിയൊരു തമാശ പോലത്തെ ഒരു കാര്യങ്ങൾ, ഇതൊക്കെ നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ ലൈവായിട്ട് അവിടെ ഉണ്ടാവണം. അപ്പൊ ആ ലൈവായിട്ട് നിങ്ങൾ അവിടെ ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ കാര്യമുള്ളൂ. അതുകൊണ്ട് ലൈവ് ക്ലാസ് നിങ്ങൾ മിസ് ചെയ്യരുത്. റെക്കോർഡഡ് ക്ലാസ് ഉണ്ടെന്ന് ഓർത്തുകൊണ്ട് അത് അങ്ങനെ തന്നെ ഇരുത്തണം. ഈ 2 കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ പരീക്ഷയ്ക്ക് വേണ്ടൂ. കാരണം നിങ്ങൾക്ക് വേറെ ഗൈഡുകളൊന്നും ഞങ്ങൾ മേടിക്കാൻ പറയുന്നില്ല. കാരണം നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് നമ്മൾ DLEDന്റെ പുസ്തകങ്ങളെല്ലാം കിടപ്പുണ്ട്. ഈ ബി എഡുകാരാണെങ്കിലും നിങ്ങൾക്കും എന്ത് ചെയ്യാം, അത് റെഫർ ചെയ്താൽ മതി. അത് ഇങ്ങനെ മലയാളത്തിലാണെന്നേ ഉള്ളൂ, പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇംഗ്ലീഷിലേക്ക് ആക്കിയാൽ മതി. നിങ്ങൾ അത്ര പൊട്ടന്മാരൊന്നുമല്ലോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യുക, വേറെ ഇതിന് വേണ്ടിയിട്ട് ഒന്നും ഒരു തവണത്തേക്ക് മേടിക്കണ്ട. ഇനി നിങ്ങൾക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് എങ്ങോട്ടാന്ന് വെച്ചാൽ പോക്കും. ഞാൻ എന്തായാലും ഒരു പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് പറഞ്ഞു തരും. ഈ 2 സാധനങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നാളെ മുതൽ വേണം. ഇനി അടുത്തത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നിങ്ങൾക്ക് തരുന്ന കാര്യങ്ങളാണ്. ഇനി നമ്മൾ പറയുന്ന കാര്യങ്ങൾ മറ്റേ എന്താ പറയുന്നത്, ഇത് നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും ഒരു കാര്യം കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ നമ്മളോട് ചോദിച്ചു മേടിക്കണം. അതിൽ ഒന്നാമത്തെ കാര്യമാണ് ലൈവ് ക്ലാസ്സുകൾ. ഇപ്പൊ നിങ്ങൾക്ക് തന്നേക്കുന്നത് പോലെ എല്ലാ ദിവസവും രാത്രിയിൽ നമ്മളെ ടീച്ചർമാർക്ക് വേറെ എന്തെങ്കിലും അസൗകര്യം വന്നാൽ ഒഴികെ ബാക്കി എല്ലാ ദിവസവും രാത്രിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ലൈവ് ക്ലാസ്സുകൾ നമ്മൾ തരും. അതിന്റെ സമയം എന്ന് പറയുന്നത് 9 to 10 ഇപ്പൊ നമ്മൾ പറഞ്ഞേക്കുന്നത്. എന്നാൽ പെട്ടെന്നൊരു നോട്ടിഫിക്കേഷൻ വരിക, ഇപ്പൊ ഈ ഒരു 15-ാം തീയതി ആകുമ്പോഴത്തേക്ക് ഒരു നോട്ടിഫിക്കേഷൻ വന്നിട്ട് പറയുകയാണ് ഡിസംബറിൽ പരീക്ഷ നടത്തുമെന്ന് പറയുവാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഇത് ഈ 9 to 10 വരെ എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് പഠിപ്പിച്ച് തീർത്ത് റിവിഷൻ നടത്താൻ പറ്റത്തില്ല. അപ്പൊ നമ്മൾ അതിനെ 8:30 to 10 വരെയാണ്. അത് നേരത്തെ പറയാം. ചില സമയത്ത് നമ്മൾ എന്ത് ചെയ്യും, ഈ 8:30 മുതൽ 10 വരെ ചിലപ്പോൾ ക്ലാസ് ഇടും, അത് തീർക്കാൻ വേണ്ടിയിട്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ആ സമയത്ത് അയ്യോ നേരത്തെ പറഞ്ഞില്ലല്ലോ എന്ന് പറയരുത്. ആ സമയത്ത് ഇട്ടാലും നിങ്ങൾ കയറാൻ തയ്യാറാവും. ഇനി രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്. ഇത് കാറ്റഗറി 1-നും 2-നും 4-നും മാത്രമേ ഉള്ളൂ. കാരണം 3-ക്ക് നമ്മൾ കൊടുക്കുന്നില്ല. 3-ക്ക് നമ്മൾ ലൈവായിട്ട് എടുത്ത് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഇപ്പൊ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ആ ആപ്ലിക്കേഷൻ്റെ അകത്ത് നിങ്ങളുടെ കാറ്റഗറിയുടെ ഫോൾഡറിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് പഠിക്കേണ്ട A to Z കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ സ്റ്റുഡിയോയിൽ റെക്കോർഡ് ചെയ്ത് വീഡിയോ ആയിട്ട് അതിൻ്റെ അകത്ത് ഓരോ ടോപ്പിക് ആയിട്ട് എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സമയം പോലെ ഒരു റെഫറൻസ് പോലെ വീട്ടിലെ ഒരു സ്കൂളിൽ ഒരു ഫ്രീ പീരീഡ് കിട്ടുമ്പോഴോ അല്ലെങ്കിൽ വീട്ടിൽ വെറുതെ ഇരിക്കുമ്പോഴോ സിനിമ കാണുന്ന അതേ ലാഘവത്തോടു കൂടി അത് നിങ്ങൾക്ക് കാണാം. അതിന്റെ നോട്ടുകൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ രീതിയിലൊക്കെ പ്രിപ്പയർ ചെയ്യാം. ഇനി നമ്മൾ എടുക്കുന്ന ഒരു ക്ലാസ്സിൽ എന്തെങ്കിലും സംശയം വന്നു കഴിഞ്ഞാൽ വേറൊരു ക്ലാസ് മാറിക്കാണെങ്കിൽ അത് കാണാനും ഒക്കെയുള്ള സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് ഈ സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ് ഒരുക്കിയിരിക്കുന്നത്. ഇനി അത് ലൈവ് റെക്കോർഡഡ് ക്ലാസ്. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നമ്മൾ എല്ലാ ലൈവ് ക്ലാസ്സുകളും റെക്കോർഡ് ചെയ്യുന്നുണ്ട്. ഇന്നത്തെ ലൈവ് ക്ലാസ് നാളെ ഉച്ചയ്ക്ക് മുന്നേ, നാളെ ഉച്ചയ്ക്ക് ഒരു 2 മണിക്ക് മുന്നേ നിങ്ങളുടെ ആപ്ലിക്കേഷനിലേക്ക് നമ്മൾ ആഡ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ സമയം മുതൽ പിന്നെ നിങ്ങളുടെ പരീക്ഷ വരെ നിങ്ങൾക്ക് എത്ര ആവർത്തി വേണമെങ്കിലും അത് കാണാം. ഓടിച്ചിട്ടോ അല്ലെങ്കിൽ പതുക്കെയോ അത് നിങ്ങളുടെ സൗകര്യത്തിന് നിങ്ങൾക്ക് കാണാനും എഴുതാനും ഒക്കെയുള്ള സൗകര്യം നമ്മൾ ഒരുക്കുന്നുണ്ട്. ഈ കാര്യങ്ങളെല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട്.
അതായത് ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞു, എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം റെക്കോർഡഡ് ക്ലാസ് കിട്ടും. അതായത് ഇന്നത്തെ ഈ ലൈവ് ക്ലാസ്സിന്റെ റെക്കോർഡ് ചിലപ്പോൾ നമ്മൾ രാത്രി തന്നെ ഇടും. എന്നാലും ഈ ഒരുപാട് ക്ലാസ്സുകൾ വരുമ്പോഴത്തേക്ക് നമുക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു സംശയം, ഒരു ബുദ്ധിമുട്ടൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ നിങ്ങൾ വന്നോ എന്ന് ചോദിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ അങ്ങനെ പറഞ്ഞത് കേട്ടോ. പിന്നെ എല്ലാ ദിവസവും രാത്രി 8 മണിക്ക് ഒരു പരീക്ഷാ പരിശീലനം നടത്തും. അത് എല്ലാ ദിവസവും എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ നമ്മൾ ഇന്നൊരു ടോപ്പിക്ക് പഠിക്കാൻ നോക്കിക്കും. ഇപ്പം മലയാളത്തിന്റെ സന്ധി എന്ന് പറയുന്ന ഒരു ടോപ്പിക്ക് ഇന്ന് പഠിച്ചു തീർന്നാൽ നാളെ ആകുമ്പോഴേക്കും നമ്മൾ എന്ത് ചെയ്യും? അതിന്റെ പരീക്ഷ നടത്തും. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞ് നാളെ ആകുമ്പോഴേക്കും ആ ഒരു ടോപ്പിക്ക് തീർന്നാൽ അന്ന് തന്നെ അതിന്റെ പരീക്ഷ നടത്തും. അത് നമ്മളൊരു PDF ആയിട്ട് നിങ്ങൾക്ക് തരും, ഗ്രൂപ്പിൽ തരും, അല്ലെങ്കിൽ നിങ്ങൾക്ക് മോക്ക് ടെസ്റ്റ് ആയിട്ട് നമ്മൾ ഗ്രൂപ്പിൽ തരും. അത് നിങ്ങൾക്ക് രാത്രി 8 മണിക്ക് തന്നാൽ ഒരു 11 മണി വരെ നിങ്ങൾക്ക് അത് എഴുതാനുള്ള സമയമുണ്ട്. നിങ്ങൾക്ക് അത് ചുമ്മാ നോക്കുവോ, വായിച്ചു നോക്കുവോ, എഴുതി വെക്കുവോ ഒക്കെ ചെയ്യാം. ഇനി അത് കഴിഞ്ഞിട്ട് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ 11 മണിയാകുമ്പോഴേക്കും ഞങ്ങൾ അതിന്റെ ആൻസർ കീ നിങ്ങൾക്ക് തരും ഗ്രൂപ്പിൽ. ആ ചോദ്യങ്ങളുടെ ഉത്തര കീ നിങ്ങൾക്ക് ഞങ്ങൾ എന്ത് ചെയ്യും? ഗ്രൂപ്പിൽ തരും. അപ്പൊ ആ ഗ്രൂപ്പിൽ തരുന്ന ഉത്തര കീ വെച്ച് നിങ്ങൾ തന്നെ എന്ത് ചെയ്യണം? അതിൻ്റെ അകത്ത് എത്ര മാർക്ക് കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് അസസ് ചെയ്യണം. എന്നിട്ട് ഗ്രൂപ്പിൽ ഒരു പോൾ ഇടും. ആ പോളിന്റെ അകത്ത് നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇടാനുള്ള സൗകര്യം ഉണ്ടാവും. ഇതിപ്പോ അന്ന് രാത്രി തന്നെ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല, ഇപ്പൊ ഒരു ആശുപത്രി കേസ് ഒന്നും ചെയ്യാൻ പറ്റുമോ? പറ്റൂല. അപ്പൊ നിങ്ങൾ പിറ്റേ ദിവസത്തെ പരീക്ഷയ്ക്ക് മുന്നേ എപ്പോഴെങ്കിലും ചെയ്താൽ മതി. പക്ഷെ അതിന് മുന്നേ നിങ്ങൾ ആൻസർ കീ നോക്കരുത്. ക്വസ്റ്റ്യൻ നിങ്ങൾ തന്നെ എടുത്ത് എന്ത് ചെയ്യണം? ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ഒന്ന് പരിശീലിക്കാൻ വേണ്ടി മാത്രം തരുന്നതാണ്. ആ തലേദിവസത്തെ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എത്രത്തോളം ആ ഒരു വിഷയത്തിൽ എത്രത്തോളം നിങ്ങൾ ഗ്രഹിച്ചിട്ടുണ്ട് എന്നൊന്ന് അറിയാൻ വേണ്ടി മാത്രം. അപ്പൊ അത് നിങ്ങൾ സത്യസന്ധമായിട്ട് തന്നെ നിങ്ങൾക്ക് ചെയ്താൽ നിങ്ങൾക്ക് കുറെ മാർക്കുകൾ അങ്ങനെ സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് രാവിലെ 10 മുതൽ രാത്രി 10 വരെ സബ്ജക്ട് ടീച്ചർമാരുടെ എല്ലാ സർവീസും ഉണ്ടായിരിക്കും. ഇപ്പം ഇന്ന് മലയാളത്തിന്റെ ക്ലാസ് എടുക്കുകയാണ്. അപ്പൊ ക്ലാസ് എടുത്തു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ചോദ്യം വന്നു, ഒരു സംശയം വന്നു, നിങ്ങൾ പിന്നീട് നിങ്ങൾ എവിടെയും ഗൂഗിളിലൊക്കെ തിരഞ്ഞു നോക്കുമ്പോൾ ഇപ്പൊ എല്ലാവരും ഒന്ന് പറഞ്ഞ് രണ്ടാമത്തേന് ChatGPT-യോടാണല്ലോ ചോദിക്കുന്നത്. അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു സംശയം വന്നു. ആ സംശയം നിങ്ങൾ എന്ത് ചെയ്യുക? എഴുതിയോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ആണെങ്കിൽ എൻ്റെ ഫോട്ടോ എടുത്തിട്ടോ എനിക്ക് അയച്ചു തന്നാൽ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചർ ആരാണോ ആ ടീച്ചർമാരുടെ സേവനം നിങ്ങൾക്ക് ഉറപ്പാക്കും. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ആ സംശയം നമ്മൾ 100% പൂർത്തിയാക്കി തരുന്ന സംവിധാനമാണ് ഇവിടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ. പിന്നെ നമുക്കറിയാലോ നമ്മുടെ വിദ്യാവീതി കേറ്ററ്റിന്റെ ബാച്ചിലേക്കുള്ള അഡ്മിഷന്റെ കാര്യങ്ങളാണ് ഇവിടെ ഒരു ചെറിയൊരു പരസ്യം വെച്ചേക്കുന്നതാണ്. ഈ ഒരു വീഡിയോ നമ്മൾ പുറത്തു വരുമ്പോൾ ആരെങ്കിലും ഒക്കെ ജോയിൻ ചെയ്യാനുണ്ടെങ്കിൽ ഇപ്പൊ നാളെ മുതൽ നിങ്ങൾ ക്ലാസ് കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് പറയാം, താല്പര്യമുള്ളവർക്ക്. ഇപ്പൊ ഒരുപാട് പേര് കഴിഞ്ഞ ബാച്ചിൽ നിന്നൊക്കെ നമ്മളുടെ പഠിച്ച ടീച്ചർമാർ പറഞ്ഞിട്ട് നിങ്ങൾ ഒരുപാട് പേര് കയറിയിട്ടുണ്ട്. അതുപോലെ നിങ്ങൾക്ക് നമ്മുടെ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർക്കും എന്ത് ചെയ്യാം? നമ്മൾ അഡ്മിഷൻ എടുത്ത് പഠിക്കാനുള്ള സൗകര്യം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഏറ്റവും മികച്ച ഒരു ലേണിംഗ് ആപ്ലിക്കേഷൻ ഒരുക്കിയിട്ടുണ്ട്. അതിന്റെ പേരാണ് വിദ്യാവീതി ടീച്ചർ പ്ലസ്. അതെങ്ങനെയാണെന്നുള്ളതിന്റെ ലിങ്ക് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഇപ്പൊ തന്നെ ഞാൻ അത് എങ്ങനെയാണെന്നുള്ളത് കാണിച്ചു തരും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും മികച്ച ഒരു പഠനാന്തരീക്ഷം, നിങ്ങൾ ഏതു കാര്യം ചോദിച്ചാലും നിങ്ങൾ വാട്സാപ്പ് വഴി അതിൻ്റെ അകത്ത് അഡ്മിൻ ആയിട്ടുള്ള എനിക്കോ അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറൊരു അഡ്മിൻ വന്നാൽ ആ അഡ്മിനോ നിങ്ങൾ ഒരു മെസ്സേജ് അയച്ച് ചോദിച്ചാൽ 1 അല്ലെങ്കിൽ 2 മണിക്കൂർ അതിനകത്ത് നിങ്ങൾക്ക് മറുപടി കിട്ടിയിരിക്കും. ഇതുവരെ നിങ്ങൾ ഈ അഡ്മിഷൻ എടുത്തതിന് ശേഷം നിങ്ങൾ ആരെങ്കിലും ഒരു മെസ്സേജ് എനിക്ക് അയച്ചു ചോദിച്ചിട്ട് നിങ്ങൾക്ക് മറുപടി കിട്ടാതിരുന്നിട്ടുണ്ടോ? ആർക്കും ഇല്ലല്ലോ, ഇല്ല. അപ്പൊ അതുപോലെ തന്നെ ആയിരിക്കും ഇനി തുടർന്ന് അങ്ങോട്ടും. നിങ്ങൾക്ക് എന്ത് കാര്യം ഉണ്ടെങ്കിലും ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാം. ആ ചോദിച്ച് കൃത്യമായിട്ട് പറഞ്ഞു തരും. ഇനി സൗഹൃദപരമായ ഒരു പരിശീലനം, നിങ്ങളുടെ ക്ലാസ്സിലെ ടീച്ചർമാർ ആരും നിങ്ങളെ കയറി ഭരിക്കാനൊന്നും വരൂല. എല്ലാ ടീച്ചർമാരും കേറ്ററ്റ് പരീക്ഷ എഴുതി പാസ്സായ ടീച്ചർമാരാണ്. സെറ്റ്, നെറ്റ്, PhD വരെയുള്ള അധ്യാപകർ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പരിശീലനം നടത്തുന്നുണ്ട്. ഇപ്പം കാറ്റഗറി 3-ലൊക്കെ നടത്തുന്നവരെല്ലാവരും PhD-കാരൊക്കെ തന്നെയാണ് ക്ലാസ് നടത്തുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാവുന്നതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും അവർക്കും അറിയാതിരിക്കണം എന്നില്ല. പക്ഷെ അവര് നിങ്ങളെ പഠിപ്പിക്കുന്ന രീതി എന്ന് പറയുന്നത് ഈ ഒരു കേറ്ററ്റ് പരീക്ഷ മറികടക്കാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും. നിങ്ങൾക്ക് അറിയാവുന്ന അറിവിനെ എന്ത് ചെയ്യും? അവര് ഈ പരീക്ഷ എഴുതുന്നതിലേക്ക് ആക്കി തരും. അപ്പൊ അവരെ കയറി നിങ്ങളും ഭരിക്കാൻ നിൽക്കണ്ട, അവര് നിങ്ങളെയും കയറി ഭരിക്കാൻ വരില്ല. കാരണം നിങ്ങൾ ഈ സർവീസിലുള്ള അധ്യാപകരായതുകൊണ്ട് കൃത്യം പറഞ്ഞു തരുന്നതാണ്. നിങ്ങൾക്ക് ഈ പറയുന്ന മലയാളം എന്ന് പറയുന്ന ഒരു വിഷയം, ആ മലയാളത്തിൽ നിങ്ങൾ 20 വർഷമായിട്ട് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപിക ആയിരിക്കാം ഒരു പക്ഷെ. അല്ലെങ്കിൽ ഫിസിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു വിഷയം, ആ ഫിസിക്കൽ സയൻസിൽ നിങ്ങൾ 20 വർഷം പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അധ്യാപിക ആയിരിക്കാം. ഇനി കേറ്ററ്റ് 1-ന്റെ അകത്ത് EVS എന്ന് പറയുന്ന ഒരു വിഷയം, ആ വിഷയം നിങ്ങൾ ചിലപ്പോൾ 15 വർഷം കൊണ്ട് പഠിപ്പിക്കുന്ന ഒരു അധ്യാപിക ആയിരിക്കാം. എന്നാൽ അത് നിങ്ങൾ പഠിപ്പിക്കുന്ന പാഠപുസ്തകങ്ങൾ എന്ന് പറയുന്നത് 1 മുതൽ 4 വരെ അല്ലെങ്കിൽ 7 വരെ പഠിപ്പിക്കുന്ന നിങ്ങൾക്ക് 1 വർഷം കൊണ്ട് പഠിപ്പിക്കേണ്ട കാര്യങ്ങളാണ് ഈ ടീച്ചർമാർ നിങ്ങളെ ഒറ്റ മണിക്കൂർ കൊണ്ട് പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ പഠിപ്പിക്കുമ്പോൾ കോഡുകളിലൂടെയും ഈ കുറുക്ക് വഴികളിലൂടെയൊക്കെ ആയിരിക്കും നിങ്ങളെ പഠിപ്പിക്കുക. ഞങ്ങളുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഈ ടോപ്പിക്കിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയൊരു ധാരണ ഉണ്ടാക്കി തരിക എന്നുള്ളതല്ല, മറിച്ചിട്ട്
ഈ പറയുന്ന കേറ്ററ്റ് പരീക്ഷ എളുപ്പത്തിൽ അപ്പുറത്തേക്ക് കടത്തുക. അപ്പൊ നമുക്ക് ഈ പറയുന്ന പോലെ എന്താണ്, ഒരു പുഴ നീന്തി കടക്കാൻ പല വഴികളുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, എളുപ്പത്തിലുള്ള വഴിയായിരിക്കും അവിടെ സ്വീകരിക്കുക. അത് വേണമെങ്കിൽ ആ ചുറ്റമ്പലം പോലെ നമുക്ക് വളഞ്ഞ അലിയിലെല്ലാം പോയി തിരിച്ചു വരായിരിക്കും. ഇനി വേണമെങ്കിൽ ആകാശത്ത് ഹെലികോപ്റ്റർ വിളിച്ചു വരുത്തി അതേ കയറി പോവാം. നമുക്ക് എല്ലാ രീതിയിലും നോക്കാം. പക്ഷെ നമ്മൾ ഏറ്റവും എളുപ്പത്തിൽ എന്താണോ അപ്പുറത്ത് കടക്കാൻ പറ്റുന്നത് അങ്ങനെ നിങ്ങൾ അപ്പുറത്തേക്ക് കടത്തി വിടുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു കാര്യവും ഞങ്ങൾ ഇവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എന്താണ്, എളുപ്പത്തിൽ നിങ്ങളെ പഠിപ്പിക്കുമ്പോൾ നിങ്ങൾ അവരെ കയറി ചോദ്യം ചെയ്യാൻ നിൽക്കരുത്, നിങ്ങളെ കയറി ചോദ്യം ചെയ്യാൻ അവരും വരികയില്ല. അപ്പൊ ആ ഒരു എന്താ പറയുന്നത്, ഒരു സൗഹൃദപരമായ ഒരു പരിശീലന അന്തരീക്ഷം നിങ്ങളും സൃഷ്ടിക്കണം. നമ്മുടെ ഭാഗത്തുനിന്നും അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ. പിന്നെ നിങ്ങൾക്ക് എന്താണ്, ഒരു മികച്ച വിജയം കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾക്കറിയാം, നമ്മുടെ വിദ്യാവിധി എന്ന് പറഞ്ഞ കേറ്ററ്റ് പരിശീലനം മാത്രം കൊടുക്കുന്ന സ്ഥാപനമാണ്. ഞാൻ അടക്കം കേറ്ററ്റ് പരീക്ഷ എഴുതി പാസ്സായ ആൾക്കാരാണ്. അപ്പൊ അതുകൊണ്ട് ഞാനാണ് കാറ്റഗറി 1-ന്റെയും 2-ന്റെയും മാത്സ് പഠിപ്പിക്കുന്നത്. നമുക്ക് ഒരുപാട് പരിപാടികൾ വേറെ ഉള്ളത് കൊണ്ടാണ്, ഇല്ലെങ്കിൽ 3-യുടെയും കൂടെ മാത്സ് നമ്മൾ പഠിപ്പിച്ചേനെ. പക്ഷെ നമുക്ക് അതിനുള്ള സമയമില്ലാത്തത് കൊണ്ട് മാത്രമാണ്. അപ്പം എന്താണ്, ഓരോ വിഷയത്തിനും അതിൻ്റെതായ അധ്യാപകർ. ഇപ്പം ഞങ്ങളിവിടെ ഒരു 2 പേരേ ഉള്ളൂ ജൂനിയേഴ്സ് ആയിട്ടുള്ള അധ്യാപകർ. ബാക്കി എല്ലാവരും നിങ്ങളെ പഠിപ്പിക്കുന്നവരെല്ലാവരും സീനിയർ അധ്യാപകരാണ്. അപ്പം നിങ്ങൾ അതിൻ്റെതായ ഒരു രീതിയിൽ കൃത്യമായിട്ട് ഉൾക്കൊണ്ടുകൊണ്ട് പഠിക്കുക. ഓക്കെ. നിങ്ങൾക്ക് ഇപ്പൊ തന്നെ ആ ആപ്ലിക്കേഷൻ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഞാൻ നിങ്ങൾക്ക് ഈ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യുന്നുണ്ട് എൻ്റെ ഫോണിന്റെ. നിങ്ങൾ ജസ്റ്റ് നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ഗൂഗിൾ മീറ്റിന്റെ സംഭവം എന്ത് ചെയ്യാം, ഒന്ന് ജസ്റ്റ് ഒന്ന് താത്തി വെച്ചിട്ട് വേണമെങ്കിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒന്ന് കയറാം. കാണിച്ചു തരാവേ. ഞാനൊന്ന് കയറിക്കോട്ടെ. നിങ്ങൾക്ക് ഇപ്പൊ എന്റെ ഫോണിന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടോ? ഉണ്ടല്ലോ. പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് ജസ്റ്റ് ഒരു 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 തമ്പിട്ടാൽ നല്ലതായിരിക്കും. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഗ്രൂപ്പ് ഉണ്ടാവും അല്ലെ? നിങ്ങൾക്ക് ഇതുപോലെ ഒരു ഗ്രൂപ്പ് തന്നിട്ടുണ്ടാവും. എന്താണ്, W2 അല്ലെങ്കിൽ W3 എന്ന് പറയുന്ന കാറ്റഗറി 3 W2 എന്ന് പറയുന്ന കാറ്റഗറി 1, 2, 4 കാർക്ക് വേണ്ടിയിട്ടുള്ള ഗ്രൂപ്പാണ്. ഓക്കെ. ഇതാണ് നിങ്ങളുടെ പ്രധാന പഠന ഗ്രൂപ്പ്. ഇതിനകത്ത് ഇങ്ങനെ ഒരു മെസ്സേജ് ഞാൻ തന്നിട്ടുണ്ട് അല്ലെ? അതിനകത്തൊരു ഡെമോ 1, ഡെമോ 2 എന്ന് പറയുന്ന 2 വീഡിയോ ലിങ്കുകൾ കിടപ്പുണ്ട്. അതിലേക്ക് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരെ നമ്മുടെ യൂട്യൂബിലേക്ക് കയറി പോകും. ആ യൂട്യൂബിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ ആ ആപ്ലിക്കേഷൻ നിങ്ങൾക്ക് എങ്ങനെ ഇൻസ്റ്റാൾ ചെയ്യാം എന്നുള്ളതിന്റെ ഒരു ജസ്റ്റ് ഒരു ഡെമോ വീഡിയോ ആണ് അതിൻ്റെ അകത്ത് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ടോ? അത് നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങനെ കാണാം. പിന്നെ അതുപോലെ തന്നെയാണ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്. വീണ്ടും ഞാൻ അതിലേക്കൊന്ന് പൊക്കോട്ടെ. ഇവിടെ നമുക്ക് രണ്ടാമത് വേറൊരു ഡെമോ വീഡിയോ തന്നേക്കുന്നത്. അതിൻ്റെ അകത്തും കുറച്ചും കൂടെ കൂടുതലായിട്ട് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യം മനസ്സിലാക്കാത്തവരുണ്ടെങ്കിൽ രണ്ടാമത് ആ വീഡിയോയിൽ കയറി കാണാം. ഇനി നമുക്കുള്ളതെന്ന് പറയുന്നത് എന്താണ്, നമ്മളുടെ 2 ലിങ്കുകളാണ്. അതിൽ ഒന്നാമത്തേത് ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ട്. കണ്ടോ, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ താഴെയുള്ള നീല ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടാണ്. ഇനി തൊട്ട് താഴെ ഐഫോൺ ഉപയോഗിക്കുന്നവർക്ക് വേണ്ടിയിട്ടെന്നും പറഞ്ഞിട്ട് വേറൊരെണ്ണം കൊടുത്തിട്ടുണ്ട്. ഇതിൽ ഐഫോൺ ഉപയോഗിക്കുന്നവർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ആകുന്ന ആപ്ലിക്കേഷന്റെ അകത്ത് ആദ്യം തന്നെ ചോദിക്കും ORG കോഡ്, ഓർഗനൈസേഷൻ കോഡ് എന്ന് പറയുന്ന ഒരു കോഡ് ചോദിക്കും. ആ കോഡ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഈ ORG കോഡ് എന്ന് പറഞ്ഞാൽ അടിയിൽ കിടക്കുന്ന സാധനം ഒന്ന് അവിടെ എൻ്റർ ചെയ്ത് കൊടുത്താൽ മാത്രമാണ് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകുള്ളൂ. പക്ഷെ ആൻഡ്രോയിഡ് ഉപയോഗിക്കുന്നവർക്ക് അങ്ങനത്തെ സംഭവങ്ങളൊന്നും ചോദിക്കത്തില്ല. ഞാൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരാം. ഞാൻ ജസ്റ്റ് എൻ്റെ ആപ്ലിക്കേഷനിലേക്ക് ഒന്ന് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ പ്ലേ സ്റ്റോറിന്റെ അകത്തതേ ഇങ്ങനത്തെ സാധനം വരും. നിങ്ങൾക്ക് കാണാം. കണ്ടോ, ഇവിടെ വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറഞ്ഞിട്ട് ആപ്ലിക്കേഷൻ വന്നിട്ടുണ്ട്. ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ഇൻസ്റ്റാൾ ചെയ്യുക. ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയം നിങ്ങൾക്ക് ഫോണിൽ വേണം ഇപ്പൊ തന്നെ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എൻ്റെ ഒപ്പം തന്നെ വേണം ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കാം. വേണേ ചെയ്തു. നിങ്ങൾ ആരും ഇതിന് ലെഫ്റ്റ് ആവാതെ ഇതങ്ങ് മിനിമൈസ് ചെയ്തിട്ടിട്ട് വേണമെങ്കിൽ നിങ്ങളൊന്ന് ചെയ്ത് നോക്കിക്കോ. വന്നു, എൻ്റെ ആപ്ലിക്കേഷൻ വന്നു. ഞാൻ അതിൽ ജസ്റ്റ് ഇവിടെ ഓപ്പൺ കൊടുക്കുന്നു. ഓപ്പൺ കൊടുത്തു കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ വിദ്യാവീതി ടീച്ചർ പ്ലസ് എന്ന് പറയുന്നിട്ട് ആപ്ലിക്കേഷനിലേക്ക് വരും. ഇവിടെ 2 ഓപ്ഷൻ ആണുള്ളത്. ഒന്നെന്ന് പറയുന്നത് ലോഗിൻ വിത്ത് വാട്സാപ്പ്. അത് നിങ്ങൾക്ക് വാട്സാപ്പ് വഴി ലോഗിൻ ചെയ്യാം. അതാണെങ്കിൽ നിങ്ങൾ അതിൽ ഞെക്കി കഴിയുമ്പോൾ നിങ്ങളുടെ വാട്സാപ്പ് ഏതാണെന്ന് ചോദിക്കും. ആ വാട്സാപ്പിന്റെ ഐക്കണെ ഞെക്കി കഴിയുമ്പോൾ നിങ്ങളോട് ചോദിക്കും ഒരു മെസ്സേജ് അയക്കാൻ പറഞ്ഞ അതിന്റെ അടിയിൽ കാണിക്കും. ആ മെസ്സേജ് അങ്ങ് സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ലിങ്ക് വരും.
ആ ലിങ്കിന്റെ അകത്ത് നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളാണ് എന്നുള്ളതൊന്ന് ഉറപ്പുവരുത്തി കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിലേക്ക് പോകും. ഇനി അതിലേക്ക് നിങ്ങൾ പോകേണ്ട കാര്യമൊന്നുമില്ല. തൊട്ട് താഴെ യൂസ് അനദർ മെത്തേഡ് എന്ന് പറയുന്ന ഒരു ഭാഗത്ത് നമുക്ക് മൊബൈൽ നമ്പർ വെച്ച് ലോഗിൻ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഇത് നിങ്ങൾ എടുത്താൽ മതി, നിങ്ങൾക്ക് ഒരുപാട് കൺഫ്യൂഷൻ ഉണ്ടാവാതിരിക്കും. മറ്റേത് നിങ്ങൾ ഈ ടെക്നിക്കൽ ആയിട്ടുള്ള ടീച്ചർമാർ ആ വഴിക്ക് പൊക്കോ, അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇനി അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഫോൺ നമ്പർ കൊടുക്കുന്ന ഭാഗത്ത് വരിക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക. ഇവിടെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുമ്പോൾ നിങ്ങൾ വാട്സാപ്പ് ഗ്രൂപ്പിലുള്ള നമ്പർ ഏതാണോ അത് കൊടുക്കണം. കാരണം അത് വെച്ചിട്ടായിരിക്കും ഇപ്പോൾ ഓൾറെഡി നിങ്ങളെ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ രജിസ്റ്റർ ആയിട്ടുണ്ട് അതിൻ്റെ അകത്ത്. അപ്പൊ ഞാനിവിടെ ഒരു നമ്പർ കൊടുക്കുന്നുണ്ട്, വെറുതെ നിങ്ങളൊന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട്. 90 72 37 57 87 ഒരു വെറുതെ ഒരു നമ്പർ കൊടുത്തു. അപ്പൊ ഒരു OTP വരും. ആ OTP വന്നു കഴിയുമ്പോഴത്തേക്ക് നേരെ ഇവിടെ നിങ്ങളോട് ചോദിക്കും, തന്നെത്താനെ പിന്നെ അങ്ങ് കയറി പൊക്കോളും. ഇവിടെ നമുക്ക് അലോ കൊടുക്കാനും ഒക്കെ ഉള്ള ഓപ്ഷൻ വരും. അലോ ഒക്കെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ നമുക്ക് എന്ത് ചെയ്യാം, ഈ പറയുന്ന ആപ്ലിക്കേഷന്റെ ഫ്രണ്ട് പേജിലേക്ക് എത്തും. ഇവിടെ നമ്മുടെ എന്താണ് ഈ സെറ്റിംഗ്സിന്റെ അകത്ത് നമ്മളുടെ എന്തെങ്കിലും പേരിലൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്താനുള്ള സജ്ജീകരണം ഒക്കെ ഉണ്ട്. പിന്നെ നമുക്ക് ഇവിടെ ഒരു യൂട്യൂബിന്റെ ലിങ്ക് കിടപ്പുണ്ട്. അതിൽ ഞെക്കിക്കഴിഞ്ഞാൽ നേരെ നമ്മുടെ വിദ്യാവീഥിയുടെ യൂട്യൂബ് ചാനലിലേക്ക് കയറി പോകും. ഇനി അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഞെക്കിക്കഴിഞ്ഞാൽ ഫേസ്ബുക്ക് ചാനലിലേക്ക് കയറി പോകും. ഇനി അതിന്റെ താഴെ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല. നമുക്ക് വേണ്ടത് എന്താണെന്നറിയോ, ഈ തൊട്ട് താഴെ കിടക്കുന്ന സാധനം, അതായത് ഒരു ഹോം എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കിടപ്പുണ്ട്, കണ്ടോ? അതുപോലെ തന്നെ ബാച്ച് എന്ന് പറയുന്ന ഒരു ബട്ടൺ ഇവിടെ കിടപ്പുണ്ട്, സ്റ്റോർ, മെസ്സേജ്, പ്രൊഫൈൽ. അതിൽ നമുക്ക് വേണ്ടത് ഈ ബാച്ച് എന്ന് പറയുന്ന ബട്ടണാണ്. ഈ ബാച്ച് ഞെക്കി കഴിയുമ്പോൾ തന്നെ വരും W2 and W3 കേറ്ററ്റ് വിജയ് 3.0 എന്ന് പറഞ്ഞ് കാണിക്കും. ഇതാണ് നിങ്ങളുടെ ക്ലാസിന്റെ ബാച്ച്. നിങ്ങൾ അതിലൊന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് വീണ്ടും വരും എന്താണ്, മുകളിൽ ആ W2വിന്റെ താഴെ ഒരു ഓവർവ്യൂ, ഒരു അനൗൺസ്മെന്റ്, വീഡിയോ, സ്റ്റഡി മെറ്റീരിയൽസ് എന്നും പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യും, ഇങ്ങനെ ഒരു സംരംഭം. ഇതിൻ്റെ അകത്ത് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്, നമുക്ക് വീഡിയോസ് കാണാൻ വേണ്ടിയിട്ടാണെങ്കിൽ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക. മുകളിലത്തെ വീഡിയോസിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ നമുക്ക് 2 ഫോൾഡറുകൾ വരും. ഒന്ന് ലൈവ് റെക്കോർഡഡ് ക്ലാസ്, 2 സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ്. ഇത് ലൈവ് റെക്കോർഡഡ് ക്ലാസ് എന്ന് പറയുന്ന ഭാഗത്ത് കാറ്റഗറി 1, കാറ്റഗറി 2, കാറ്റഗറി 3, കാറ്റഗറി 4 4 ഫോൾഡറുകളുണ്ട്. ഇതിന്റെ അകത്തായിരിക്കും മൈക്ക് ഓഫ് ആക്കുക. റെജീന ടീച്ചർ മൈക്ക് ഓഫ് ആക്കുക. റെജീന എസ്. ഓക്കെ, ഇതിന്റെ അകത്തായിരിക്കും നിങ്ങളുടെ ലൈവ്, അതായത് ഇന്ന് മുതലുള്ള, ഇപ്പൊ ഒന്നും ഇട്ടിട്ടില്ല കാരണം ഇന്ന് നമ്മൾ തുടങ്ങിയതല്ലോ. നാളെ മുതൽ ഇതിന്റെ അകത്തായിരിക്കും നിങ്ങളുടെ ലൈവ് റെക്കോർഡഡ് ക്ലാസ് വരിക. ഞാൻ നിങ്ങളോട് മുൻപേ പറഞ്ഞു, നിങ്ങൾക്ക് സ്റ്റുഡിയോ റെക്കോർഡഡ് ക്ലാസ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ടെന്ന്. അത് കാറ്റഗറി 1നും 2നും 4നും മാത്രമേ ഉള്ളൂ എന്നും പറഞ്ഞു. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കാറ്റഗറി 1 ഒന്ന് ഓപ്പൺ ആക്കി നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാം അതിൻ്റെ അകത്തെ വിഷയങ്ങൾ. മലയാളം ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, EVS ഉണ്ട്. ഇത് തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കേണ്ട ടോപ്പിക്കുകൾ മുഴുവൻ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, വീഡിയോ ആയിട്ട് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നിങ്ങൾക്ക് ഒരു റെഫറൻസിന് വേണ്ടി മാത്രം, നിങ്ങൾ ഗൈഡുകളൊന്നും ഉപയോഗിക്കേണ്ട. ആ സമയത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതൊക്കെ വേണമെങ്കിൽ ഇരുന്ന് കാണാം. അതിന് വേണ്ടിയിട്ടുള്ള ഒരു സജ്ജീകരണം. ഇനി 2 ആണെങ്കിൽ 2ന് വേണ്ടിയിട്ടുള്ള മലയാളം ഉണ്ട്, അതുപോലെ ഇംഗ്ലീഷ് ഉണ്ട്, സൈക്കോളജി ഉണ്ട്, സയൻസ് ഉണ്ട്, പിന്നെ എന്താണ് സോഷ്യൽ സയൻസ് ഉണ്ട്. സോഷ്യൽ സയൻസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാറ്റഗറി 3ക്കും പഠിക്കാം. മലയാളത്തിലെ ക്ലാസ് ഉള്ളതേ ഉള്ളൂ. കാരണം കാറ്റഗറി 3 എഴുതുന്നവർക്കും ഇത് നിങ്ങളെ പൊളിറ്റിക്കൽ സയൻസ്, എക്കണോമിക്സ്, ഹിസ്റ്ററി, ജോഗ്രഫി അടക്കം എല്ലാം നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ കാറ്റഗറി 4ലാണെങ്കിലും അവർക്ക് വേണ്ട മലയാളം, ഇംഗ്ലീഷ്, സൈക്കോളജി, പെഡഗോജി, പിന്നെ ഹിന്ദി എഴുതുന്നവർക്ക് നമുക്ക് ഓൾറെഡി ഹിന്ദി ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് അത് നമ്മൾ ഫ്രീ ആയിട്ട് അവർക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഹിന്ദി എഴുതുന്നവർക്ക് എന്ത് ചെയ്യാം, അവർക്കുള്ള കുറച്ച് ക്ലാസ്സുകൾ കൂടി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ നമ്മുടെ ആപ്ലിക്കേഷൻ. ഇനി നിങ്ങളോട് പറയാണ് PDF ഇട്ടിട്ടുണ്ട്, സ്റ്റഡി മെറ്റീരിയൽസ് ഇട്ടിട്ടുണ്ടെന്ന് പറയുവാണെങ്കിൽ ഈ വീഡിയോയുടെ തൊട്ടപ്പുറം കിടക്കുന്ന സ്റ്റഡി മെറ്റീരിയൽസ് എന്ന് പറഞ്ഞ ടാബിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് കാണാം ഒരു ഫോൾഡർ, DLEDന്റെ ടെക്സ്റ്റ് ബുക്ക്. അതിൽ ക്ലിക്ക് ചെയ്ത് ഒന്ന് പെർമിഷൻ എല്ലാം ഓക്കെ കൊടുത്തിട്ട് വീണ്ടും ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ സെമസ്റ്റർ 1 ഒന്നാമത്തെ സെമസ്റ്ററിന്റെ എല്ലാ പാഠപുസ്തകങ്ങളും നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അത് നിങ്ങൾക്ക് ഓപ്പൺ ആയി വരില്ല കാരണം ഇതിനകത്ത് നമുക്ക് കുറെ പ്രൈവസികൾ ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റത്തില്ല. നിങ്ങളുടെ ഫോണിൽ നിങ്ങൾക്ക് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ ഒന്നുകൂടെ പറയാം, നമുക്ക് വേണ്ടത് ഇങ്ങനെ വരുമ്പോൾ ഈ ബാച്ചിൽ ക്ലിക്ക് ചെയ്യുക, നമ്മുടെ W2 W3 കേറ്റത്തിൽ ക്ലിക്ക് ചെയ്യുക, വീഡിയോസിൽ പോവുക, ലൈവ് ക്ലാസ് ആകാണ്ടെങ്കിൽ ലൈവ് ക്ലാസ്സിൽ പോയിട്ട് നിങ്ങളുടെ കാറ്റഗറി ഓപ്പൺ ചെയ്യുക. ഇനി റെക്കോർഡഡ് ക്ലാസ് ആകുമ്പോണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങളുടെ കാറ്റഗറി എടുക്കുക. സ്റ്റഡി മെറ്റീരിയൽസ് ആണ് വേണ്ടതെങ്കിൽ തൊട്ടടുത്ത ടാബില് പോവുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ, നിങ്ങൾക്ക് എവിടെയെങ്കിലും വരുമ്പോൾ ഒരു പ്രശ്നം വന്നാൽ, നിങ്ങൾക്ക് ഇപ്പൊ ഇങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ എടുത്തിട്ട് ഇവിടെ ഈ ബാച്ചിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫ്രീ എന്നൊക്കെ ആയിരിക്കും കാണിക്കുന്നത്. അങ്ങനെയൊക്കെ ആണെങ്കിൽ നിങ്ങൾ എനിക്കൊരു സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചു തരണം. പറയുകയല്ല ചെയ്യേണ്ടത്, എവിടെയാണോ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരുന്നത് അതിന്റെ സ്ക്രീൻഷോട്ട് എടുക്കുക, എനിക്ക് അയച്ചു തരിക. അത് ഞാൻ എന്താണോ അത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ നിങ്ങൾക്ക് അറിയാലോ, നിങ്ങളുടെ ഗ്രൂപ്പിൽ തന്നെ ഇട്ടിട്ടുണ്ട് ഇതിന്റെ ഡെമോ വീഡിയോയെ. ആ 2 ഡെമോ വീഡിയോ കണ്ടതിന് ശേഷം മാത്രം ആപ്ലിക്കേഷൻ
ഇൻസ്റ്റാൾ ചെയ്യുക. ഓക്കെ, ക്ലിയർ ആണല്ലോ അല്ലേ? ആണോ? ഓക്കെ. അപ്പൊ നമ്മൾ പറഞ്ഞതുപോലെ ഇന്നുകൊണ്ട് നമ്മൾ എല്ലാ കാര്യങ്ങളും ഇതിന്റെ അകത്ത് പറയാനുള്ള ബേസിക് കാര്യങ്ങൾ വിദ്യാവീതിയെ കുറിച്ചും വിദ്യാവീതിയുടെ ക്ലാസ്സുകളെ കുറിച്ചും ആപ്ലിക്കേഷനെ കുറിച്ചും നമ്മൾ ഇനി അങ്ങോട്ടേക്ക് പോകുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ നിങ്ങൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ തരാനായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഓരോ വാട്സാപ്പ് ഗ്രൂപ്പുകളും തന്നിട്ടുണ്ട്. ആ ഗ്രൂപ്പുകളിലായിരിക്കും നമ്മൾ തുടർന്നുള്ള സന്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെ തരിക. അപ്പൊ നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയക്കാം. ഒരു കാരണവശാലും നിങ്ങൾ വാട്സാപ്പിൽ എന്നെ കോൾ വിളിക്കരുത്. കോൾ വിളിക്കുവാണെങ്കിൽ നോർമൽ കോളിലെ വിളിക്കാവുള്ളൂ. കാരണം വാട്സാപ്പ് കോൾ ഞാൻ ഡിസേബിൾ ചെയ്തിട്ടേക്കാണ്, എന്നെ വിളിച്ചാൽ കിട്ടത്തില്ല. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ചോദിക്കാം, അതിനുള്ള സമയമാണ്. അതും കൂടെ തീർത്തിട്ട് നമ്മൾ ഇന്ന് പിരിയും. കാര്യങ്ങളെ കുറിച്ചിട്ടൊരു ഗ്രാഹ്യമായോ? ആരെങ്കിലും ഒക്കെ ഒന്ന് മൈക്ക് ഓൺ ആക്കിക്കേ, എന്നിട്ട് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞേ. നിങ്ങൾക്ക് ഇതിനെ കുറിച്ചിട്ട് എന്തെങ്കിലും കിട്ടിയോന്ന് ഞാനൊന്ന് അറിയട്ടെ. പേടിക്കൊന്നും വേണ്ട, ഇനി നമ്മളല്ല ഒരു കുടുംബം. പരീക്ഷ തീരുന്നിടം വരെ ചോദിച്ചോ, ധൈര്യമായിട്ടും ചോദിച്ചോ. ചോദിച്ചോ ധൈര്യമായിട്ടും. ഈ ലൈവ് ക്ലാസ്സിന് കയറാൻ ഒത്തില്ല എങ്കിൽ അത് തന്നെ റെക്കോർഡ് ക്ലാസ് ആയിട്ട് കിട്ടുമല്ലോ അല്ലെ? നമ്മുടെ സമയം പോലെ കാണാമല്ലോ അല്ലെ? അതാ ഞാൻ ഇപ്പൊ കാണിച്ചു തന്നത്. നമ്മുടെ ആപ്ലിക്കേഷന്റെ അകത്ത് ലൈവ് റെക്കോർഡർ എന്ന് പറയുന്ന ഫോൾഡറിന്റെ അകത്ത് നിങ്ങളുടെ കാറ്റഗറിയിൽ കയറി കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. തീർച്ചയായിട്ടും സാറേ, താങ്ക് യു. ഓക്കെ, ഇനി എന്തെങ്കിലും? വലിയ എന്താ പറയുന്നേ, നമ്മുടെ കേരളത്തിലെ ബഹുമാനിതരായ ഒരുപാട് അധ്യാപകരാണ്. അതിലൊരാളാണ് സജി സാറ്. സജി സാറ് പറഞ്ഞപ്പോഴാണ് ഞാൻ അറിഞ്ഞത്, കഴിഞ്ഞ കലോത്സവത്തിന്റെ ലോഗോ ഒക്കെ ഡിസൈൻ ചെയ്ത സാറാണ്. വളരെ ബഹുമാനിതനായ ഒരു സാറാണ്. പരിചയപ്പെടാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം സാറേ. ഒത്തിരി സന്തോഷം. താങ്ക് യു വെരി മച്ച്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. ഇല്ലല്ലോ സാറേ, നാളെ സാറേ എനിക്കൊരു കാര്യം പറയാം.